പിണറായി വിജയൻ ഇപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും 8 നിലയിൽ പൊട്ടും എന്നൊരു അവസ്ഥയാണ് പിണറായി വിജയനും പാർട്ടിക്കും ഉള്ളത്. നിലവിൽ അമ്മായപ്പൻ മരുമകനിട്ട് 8ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി മോദി ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയാണ്. കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ നടപടി കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ സുപ്രധാനമായ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വകുപ്പ് മന്ത്രിയെ വെട്ടി പകരം BJP സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടുത്തിയത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് അവിടെ കിടന്ന് കരയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കൊച്ചിയിൽ പരിപാടി ചാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു ആശയവിനിമയം നടത്തും. മെയിൽ മുഖാന്തരം ലെറ്ററുകൾ അയക്കും. അതിൽ ആരെങ്കിലും ഒക്കെ ഉൾപ്പെടുത്താനുണ്ടോ എന്നൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടും. മുഖ്യമന്ത്രിയുടെ കൂടെ ആരെങ്കിലും മറ്റു മന്ത്രിമാരൊക്കെ വേദിയിൽ പങ്കിടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മുഖ്യന്റെ ഓഫീസിൽ നിന്നും ആ പേര് സഹിതം ലെറ്റർ നേരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുകയാണ് പതിവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പരിപാടിയുടെ നടത്തിപ്പ് ചട്ടവും വ്യവസ്ഥയും നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. PMO സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയും കൂടിയാലോചനകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. അത്തരം അവസരങ്ങളിൽ മുഖ്യമന്ത്രിക്ക് 7 ദിവസം മുമ്പെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ആരുണ്ടാകണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ പ്രധാനമന്ത്രിക്കും അവരുടെ കൂടെ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പ്രോട്ടോകോൾ ആരൊക്കെ ഒഴിവാക്കണമെന്നല്ല, ആരൊക്കെ ഉണ്ടാവണമെന്ന വ്യവസ്ഥയാണ് ചെയ്തിട്ടുള്ളത്. പ്രോട്ടോകോളിന്റെ ഘടന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ പ്രോട്ടോകോളും രാജ്യത്തിനുള്ളിലെ സന്ദർശനങ്ങൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ SPG മുഖ്യ പങ്ക് വഹിക്കുന്ന ബഹുതല ഏജൻസികൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് തയ്യാറാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള പ്രധാന വിശദാംശങ്ങൾ ഇവയാണ്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോട്ടോകോളും സെക്യൂരിറ്റിയും. അതിനെ നമ്മൾ പറയുന്നത് ബ്ലൂ ബുക്ക് എന്നാണ് പറയുന്നത്. ബ്ലൂ ബുക്ക് നീല നിറത്തിലുള്ള ഒരു ബുക്കാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത വ്യക്തികളുടെ സന്ദർശനത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നിർവചിച്ചിരിക്കുന്ന ഒരു ബ്ലൂ ബുക്ക് ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കുകയും അതാത് ഘടകങ്ങളിൽ പുതുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ്. നിശ്ചിത പരിപാടിക്ക് 3 ദിവസം മുമ്പ് SPG ഒരു നിർബന്ധിത ASL മീറ്റിംഗ് നടത്തും. പ്രതിനിമിഷമുള്ള നീക്കങ്ങൾ, വേദി സുരക്ഷ, അടിയന്തര വഴികൾ എന്നിവ ചർച്ച ചെയ്യാൻ പ്രാദേശിക പോലീസിനെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അടുത്തത് പരിപാടിയുടെ ആസൂത്രണം. SPG സുരക്ഷ കൈകാര്യം ചെയ്യുമ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആതിഥേയം സംസ്ഥാന സർക്കാരുമായി ഏകോപിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇതെല്ലാം തന്നെ മൊത്തത്തിൽ പരിപാടിയുടെ യാത്രാ പരിപാടി, അതായത് പ്രധാനമന്ത്രിയുടെ യാത്രാ പരിപാടിയെല്ലാം കൈകാര്യം ചെയ്യുന്നത്. SPGക്കാണ് കൂടുതൽ സുരക്ഷ ഉള്ളത്. അതിൽ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന ഭരണകൂടവും SPGയും പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂച്ചെണ്ട് ഉൾപ്പെടെ, അതായത് അവതരണങ്ങളിൽ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഖാദി തൂവാലയിൽ മാത്രം പരിമിതപ്പെടുത്തുന്നത് പോലുള്ള കർശനമായ പ്രോട്ടോകോളൊക്കെ നിലവിലുണ്ട്. അതായത് SPG ആണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ സമ്മാനങ്ങളൊക്കെ അവിടെ കൊടുക്കണം, അത് ഏതൊക്കെ വേദിയിൽ ഉണ്ടാവണം. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തലവൻ. ഈ പ്രവർത്തനങ്ങളുടെ ഏകോപനവും മേൽനോട്ടമൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അപ്പോൾ വേദിയിൽ എന്തൊക്കെ ഒരു ഗിഫ്റ്റുകൾ കൊടുക്കണം അതുപോലും കർശനമായി പരിശോധന നടത്തിയതിനു ശേഷം എല്ലാം ചാർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അല്ല, അതിൽ മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരെയും വേദിയിൽ ഉൾപ്പെടുത്തണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ അവസാനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത്രയും പേരുടെ പേര് വെച്ചിട്ട് ചാർട്ട് ചെയ്ത് അവസാനം അന്തിമമായ പേരുകൾ പുറത്തേക്ക് ഇറക്കിയത്.